എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വിളവെടുപ്പിൻ്റെ വീഡിയോ ആണിത്. നമ്മുടെ കത്രിക്കയാണ്. കത്രിക്ക നമ്മൾ വിളവെടുത്തതാണ്. കണ്ടില്ലേ, ഇത് തക്കാളിക്കയാണ്. തക്കാളിക്കൊക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ തക്കാളിക്ക വിളവെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കറിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തക്കാളിക്ക. കണ്ടില്ലേ, ഇഷ്ടംപോലെ തക്കാളിക്കയിൽ കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 5-6 മൂട് തക്കാളി നമുക്കുണ്ട്. നന്നായിട്ട് കായ്ക്കുന്നുമുണ്ട്. ചാണകമാണ് മെയിനായിട്ട് നമ്മൾ തക്കാളിക്ക് നൽകുന്നത്. കണ്ടില്ലേ, അതുപോലെ തന്നെ സ്യൂഡോമോണോസ് തളിക്കുന്നുണ്ട് ഇവയ്ക്കൊക്കെ. ഇത് മുളക്, പച്ചമുളക്, നമ്മൾക്കിപ്പോൾ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ നമ്മൾ ഇതിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ പറിക്കുന്നത്. നമുക്കൊരു 10-15 മൂട് മുളക് നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. അപ്പം എന്നും ഒരു 8-10 മുളക്, 10 മുളകോളം നമുക്ക് പറിക്കാനുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിന് ആവശ്യമുള്ള മുളകുകളൊക്കെ രാവിലെ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടല്ലേ, ഇത് പയറാണ്, പച്ചപ്പയർ. ഇപ്പം ഏകദേശം ഇതിൻ്റെ കായ്ക്കുന്ന സമയമൊക്കെ കഴിയാറായ പയറാണ്. കുറേ നാളായി നമ്മൾ നട്ടിട്ട്. നമ്മൾ അത്യാവശ്യം ഇതിൽ നിന്ന് സ്ഥിരം പയർ ഇഷ്ടംപോലെ കിട്ടാറുമുണ്ട്. ഒത്തിരി പയർ പറിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടിയൊക്കെ കായ്ക്കും. നമ്മൾ ചാണകമാണ് മെയിൻ ഇടുന്നത്. ഈ പയറെല്ലാം നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. ഒരു 8-10 മൂട് പയർ നമുക്കുണ്ട്. കണ്ടില്ലേ, പന്തലിട്ടിരിക്കുകയാണ്. ഗ്രോ ബാഗിലാണ് മൂട്. അപ്പം ഒരു 8-10 മൂട് പയറുള്ളത് കൊണ്ട് നമുക്ക് പയറും ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. നമുക്ക് പച്ചക്കറിയൊന്നും നമ്മളങ്ങനെ മേടിക്കുന്നത് ഇപ്പോൾ കുറവാണ്. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ. കണ്ടില്ലേ, ഇത് മുളക്, തക്കാളി, പയറൊക്കെ, വഴുതനയൊക്കെ ഇന്ന് രാവിലെ നമ്മൾ വിളവെടുത്താണ്. കണ്ടില്ലേ.